ഹലോ മോളെ. ഹലോ ഗീതേച്ചി, എന്തുണ്ട് വിശേഷം? നീ അമ്പലപ്പാട്ട് വിശേഷം വല്ല അറിഞ്ഞായിരുന്നു? ഏത് നമ്മുടെ ഉണ്ണിയമ്മയുടെ വീട്ടിലെയോ? അവിടെ എന്തോ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ ആ അമേരിക്കയിൽ നിന്ന് വന്ന ആ തങ്ക ചേച്ചിയുടെ മോന്റെ കല്യാണം ഒക്കെ ആയി എന്നൊക്കെ പറയുന്നു. ചേട്ടൻ വന്ന് പറയുന്നുണ്ടാണ്. പക്ഷെ അത് മുടങ്ങിനാണല്ലോ ചേച്ചി പറഞ്ഞേ. നീ അതേ അറിഞ്ഞോളൂ, അതിലും വലിയ കാര്യമുണ്ട്. ഇല്ല, ഞാൻ വേറെ ഒന്നും അറിഞ്ഞില്ല. ഇവിടെ പണിക്ക് നിന്നില്ല ഒരു പെണ്ണ്. ആ പെണ്ണിനെ ആ ചെറുക്കൻ കെട്ടി. അമേരിക്കയിൽ നിന്ന് വന്ന ചെറുക്കനില്ലേ തങ്കത്തിന്റെ മോൻ, ആ ബാലാമണിയാ? ആ പെണ്ണിന്റെ പേര് ബാലാമണി എന്നാ. ചേച്ചിയോട് ആരാ പറഞ്ഞേ? അവരുടെ വീടിന്റെ അപ്പുറത്ത് മറ്റേ ജാനകി ഇല്ലേ, ജാനകിയുടെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ശകുന്തള, അവളാണ് പറഞ്ഞത് ഇതൊക്കെ. അവള് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇതൊക്കെ അറിയണത്. ആ ശരി ചേച്ചി, ആ പെണ്ണിനെ ഇച്ചിരി തണ്ട് കൂടുതലാ. ഞാനേ എന്റെ അനിയന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയമ്മയെ വിളിക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ അന്ന് ഈ വീട്ടിലുണ്ടല്ലോ ഈ പെണ്ണിന്റെ മട്ട് കണ്ട ആ വീട് അവളുടെ ആണെന്ന് തോന്നുന്നു. ഉണ്ണിയമ്മയൊക്കെ അവിടെ പണിക്കുന്നത്. അവള് പണ്ടേ പറയും ഈ പെണ്ണ് ഭയങ്കര കാന്താരി പെണ്ണാ. എന്നാലും ശ്രീധരേട്ടനൊക്കെ എതിർക്കേണ്ടതാണല്ലോ പുള്ളിക്കാരന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. പിന്നെ എന്ത് പറ്റി, ഇതെങ്ങനെ നടന്നത്? അയ്യോ, ശ്രീധരേട്ടൻ മാത്രമല്ല, എല്ലാരും എതിർത്ത്. എന്റെ കൊച്ചയെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേ ആ പെണ്ണിന് കൂടെ പഠിച്ച ഏതോ ചെറുക്കനുമായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നെന്നോ, ആ പെണ്ണ് ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഒളിച്ചോടി പോയെന്നോ എന്നൊക്കെ ഇവിടെയൊക്കെ പറയുന്നേ. ഇനി അതാണോ സത്യം എന്ന് ആർക്കറിയാം. പിന്നെ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിൽ പണിക്കുന്ന പെണ്ണിനല്ലേ കിട്ടുന്നല്ലോ. അത് വേറെ പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ. ഇത് സംഭവം ഒന്നും ആയിരിക്കത്തില്ല ചേച്ചി. ചിലപ്പോ ഈ പെണ്ണും ചെറുക്കനും തമ്മിൽ എന്തെങ്കിലും ചുറ്റിക്കളിയോ ഒക്കെ കാണിച്ചായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ലേ. അങ്ങനെ ചിലപ്പോ പെട്ടുപോയതായിരിക്കും ചെറുക്കൻ. അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ കല്യാണം മുടങ്ങിയാലേ ഇവരുടെ ബന്ധത്തിൽ തന്നെ എന്തോരം പെൺപിള്ളേരുണ്ടെന്ന് അറിയാവോ? അതായത് മറ്റേ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ തങ്കത്തിന്. അയാളുടെ മോള് കറക്റ്റ് പ്രായവാ. അതൊന്നും നോക്കിയില്ല. ഇത് സംഭവം ഇത് തന്നെ. ഇവർക്കിത് പുറത്തു പറയാൻ പറ്റൂലല്ലോ, അതാണ് കാര്യം. അല്ലെങ്കിൽ ആ കൊച്ചാട്ടം നടത്തിയാ പോരെ കല്യാണം. ഈ ബന്ധം ആ പെണ്ണിന്റെ വീട്ടുകാർ അറിഞ്ഞാണ്. അങ്ങനെ ആയിരിക്കും അവർ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ഈ നാട്ടുകാരാണെങ്കിൽ പൊടിയിടാനായിരിക്കും അവർ ചിലപ്പോൾ ഇത് പറഞ്ഞത്. ആ പെണ്ണ് കത്തെഴുതി വെച്ചിട്ട് ആരോടൊക്കെ പോയെന്നൊക്കെ. ഇതൊന്നും ആയിരിക്കത്തില്ല സത്യം, മനസ്സിലായില്ലേ? എന്നാലും ആ കേശവൻ നായർ പണ്ട് വന്ന് എന്റെ അടുത്ത് ചോദിച്ചതാ, നമ്മുടെ വീട്ടിലെ സഹായത്തിന് ആരെങ്കിലും വേണോ, ഒരു പെണ്ണുണ്ട് നിർത്താന്ന്. അന്ന് പിടിച്ചു നിർത്താത്തത് എന്തോ ഒരു ഭാഗ്യമായി പോയി ആലോചിക്കുമ്പോ. ഒരു ഗതി ഉണ്ടെങ്കിൽ പിടിച്ച് നിർത്തരുത് ചേച്ചി. ഒരു ഗതി ഉണ്ടെങ്കിൽ നിർത്തരുത്. അതാ മറ്റേ കുമ്പിടി ഇല്ലേ, അവരുടെ വീട്ടിന്റെ ബാക്കിൽ താമസിച്ചിരുന്ന കുമ്പിടി, അയാളൊരു ഫ്രോഡാ. ഉണ്ടായാ? ഞാനും വിചാരിച്ചില്ല. അയാളെ മേടിച്ചു കിട്ടിയ 2 ഏലസ്. അവന്റെ ഒരു വക്യൂല് തല കണ്ടാലേ പറയും കള്ളനാന്ന്. തട്ടിപ്പേ, ഫ്രോഡ്, ലോക ഫ്രോഡ്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ചിലപ്പോ അവരൊക്കെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും, ഒത്ത് കളിച്ചതായിരിക്കും. ആ ചെറുക്കൻ ഇതിന്റെ ഇടയിൽ പെട്ടുപോയില്ലേ. ചേച്ചി കോളെന്ന് വെച്ചേ, ഞാനേ അപ്പുറത്തെ സുധ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. സുധ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറയട്ടെ, അവരെ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല കേട്ടോ. ശരി, അപ്പൊ ഓക്കെ ശരി. എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കണേ. മോള് ഫോൺ വെച്ചോ. ചേച്ചിക്ക് 2-3 നേരം വിളിക്കാനുണ്ട്. ശരി. ശരി. രാവിലെ എന്നെ വിളിക്കും ആരെങ്കിലും പരദൂഷണം പറയാൻ വേണ്ടി. ഇതിനൊന്നും വീട്ടിലൊരു പണിയില്ലേ? എന്തായാലും സുധ ചേച്ചി വിളിക്കാം. ഹലോ, സുധ ചേച്ചി.